Hi everyone, I'm Alan and welcome back to the series of auditing. So, ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക CA Inter Paper 6 Audit and Assuranceൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും. So, thank you so much for sharing me all the reviews regarding my past videos. സോ ഇനിയും പുതിയ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സിൻ്റെ മേലെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് പ്ലീസ് പ്രൊവൈഡ് മീ ദ റെക്കമെൻഡേഷൻ സോ ദാറ്റ് ഡെഫിനറ്റ്ലി വി വിൽ ഡു ദ വീഡിയോസ് അക്കോർഡിംഗ്ലി. ഓൾറൈറ്റ്, സോ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ചാപ്റ്റർ 10 ദ കമ്പനി ഓഡിറ്റ് എന്നുള്ള ഏരിയ ആയിരിക്കും. ആൻഡ് ചാപ്റ്റർ 10 കമ്പനി ഓഡിറ്റിനകത്തുള്ള അപ്പോയിൻമെന്റ് ഓഫ് എൻ ഓഡിറ്ററും റൊട്ടേഷൻ ഓഫ് എൻ ഓഡിറ്ററും ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോയിൻമെന്റ് ഓഫ് എൻ ഓഡിറ്ററിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എവർ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക, എങ്ങനെയാണ് സബ്സീക്വന്റ് ഓഡിറ്ററിന്റെ അപ്പോയിൻമെന്റ്, ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് എങ്ങനെയാണ് ഓഡിറ്ററിന്റെ കാഷ്വൽ വേക്കൻസീസ് ഫിൽ ചെയ്യുക. ഈ 3 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ വി വിൽ ഗോ ഡയറക്ട്ലി ടു ദ ടോപ്പിക് ആൻഡ് സെയിം as that of our earlier sessions, ഇന്നും നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ മെറ്റീരിയൽ ആയിരിക്കും. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ സെഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മെറ്റീരിയൽ. സോ അപ്പോയിൻമെന്റ് ഓഫ് എ ഓഡിറ്റർ. നമ്മൾ ഈ അപ്പോയിൻമെന്റ് ഓഫ് എൻ ഓഡിറ്റർ പഠിക്കുന്നത് കമ്പനീസ് ആക്ട് സെഷൻ 139 ബേസിസിലാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ആക്ട് എങ്ങനെയാണോ ഒരു ഗവൺമെന്റ് കമ്പനിയിലുള്ള ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് എങ്ങനെയാണ് ഒരു നോൺ ഗവൺമെന്റൽ കമ്പനിയിലുള്ള ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. So first of all, we are starting with the appointment of the first ever auditor for a non-government company. ഒരു കമ്പനി നോൺ ഗവൺമെന്റ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. എന്നാണോ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് രജിസ്ട്രേഷൻ ഡേറ്റിന്റെ അവിടെ നിന്നും 30 ഡേയ്സിനുള്ളിലായിരിക്കും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ കേസ് എങ്ങാനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ 30 ഡേയ്സിനുള്ളിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വെച്ചിട്ട് 90 ഡേയ്സിനുള്ളിൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വൺസ് അഗെയിൻ ഫസ്റ്റ് എവർ ഓഡിറ്ററിനെ ഒരു കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ആൻഡ് ഇൻ കേസ് അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക വിത്തിൻ 90 ഡേയ്സ്. ഓക്കെ, അതും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓൾറൈറ്റ്, ദെൻ നെക്സ്റ്റ് ഗവൺമെന്റ് കമ്പനിയിൽ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ആൻ ഓഡിറ്റർ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഹൗ ബിഫോർ ദാറ്റ് എന്താണ് ഒരു ഗവൺമെന്റ് കമ്പനി എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനി ആ കമ്പനിയുടെ മോർ ദാൻ 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്തേക്കുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയോ അതുമല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് എ ഗവൺമെന്റ് കമ്പനി. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ സബ്സിഡറി കമ്പനിയെ നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്നുള്ള ബേസിസിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ഈ ഒരു ഗവൺമെന്റ് കമ്പനിയിൽ എങ്ങനെയാണ് ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒരു ഗവൺമെന്റ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇറ്റ്സ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ദ CAG. CAG കമ്പനിയുടെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നാണോ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അവിടെ നിന്നും 60 ഡേയ്സിനുള്ളിലായിരിക്കും ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ കേസ് എങ്ങാനും CAG അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എഗെയിൻ അവിടെ നിന്നും 30 ഡേയ്സിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എഗെയിൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് 60 ഡേയ്സിനുള്ളിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിന്റെ ടൈമിൽ നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും ഒരു ഫസ്റ്റ് എവർ ഓഡിറ്ററിനെ ഒരു ഗവൺമെന്റ് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സബ്സീക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അഗെയിൻ ദിസ് ഈസ് ഡിഫറെന്റ് ഫോർ ബോത്ത് ദ നോൺ ഗവൺമെന്റൽ കമ്പനി ആൻഡ് എ ഗവൺമെന്റ് കമ്പനി. ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ഗവൺമെന്റ് കമ്പനിയിൽ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സീക്വന്റ് ഓഡിറ്റർ നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സീക്വന്റ് ഓഡിറ്റർ ഒരു നോൺ ഗവൺമെന്റ് കമ്പനിയിൽ നടക്കുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ സമയത്തായിരിക്കും. ആൻഡ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ അന്ന് അപ്പോയിന്റഡ് ആവുന്ന ഓഡിറ്റർ ആരാണോ ആ അപ്പോയിന്റഡ് ആവുന്ന ഓഡിറ്റർ ആ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നിന്ന് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ടിട്ട് 6th ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ കണ്ടിന്യൂ ചെയ്യും. സോ വിച്ച് മീൻസ് 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിരിക്കും ഈ അപ്പോയിന്റഡ് ആവുന്ന ആ പർട്ടിക്കുലർ പേഴ്സൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ പെർട്ടിക്കുലർ പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓഡിറ്ററിന്റെ കയ്യിൽ നിന്നും ഇയാളുടെ വില്ലിംഗ്നെസ് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിട്ടൺ കൺസെന്റ് വാങ്ങുന്നുണ്ടാവണം. അതുപോലെ തന്നെ സെഷൻ 141 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം.
സെഷൻ 141 ഈസ് നത്തിങ് ബട്ട് ദ എലിജിബിലിറ്റി ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ. അതിനെക്കുറിച്ചാണ് സെഷൻ 141 അത് പറയുന്നത്. സോ ആസ് എൻ ഓഡിറ്റർ എന്തൊക്കെ എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ആണോ സാറ്റിസ്ഫൈഡ് ആവാനായിട്ടുള്ളത്, ആ എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ സെഷൻ 141 റിവ്യൂ ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഇയാൾ അപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ അപ്പോയിന്റഡ് ആയ അവിടെ നിന്നും 15 ഡേയ്സിനുള്ളിൽ നമ്മൾ രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം ഇയാൾ അപ്പോയിന്റഡ് ആയി എന്നുള്ള കാര്യം. ഓൾറൈറ്റ്. സോ ഇങ്ങനെയായിരിക്കും ഒരു സബ്സീക്വന്റ് ഓഡിറ്ററിനെ നോൺ ഗവൺമെന്റ് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ്, ഒരു ഗവൺമെന്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് കമ്പനിയിൽ എങ്ങനെയാണ് ഒരു സബ്സീക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഒരു ഗവൺമെന്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അപ്പോയിന്റ്മെന്റ് നടത്തുന്നുണ്ടാവുക കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ദ CAG. CAG ആയിരിക്കും അപ്പോയിന്റ്മെന്റ് നടത്തുക. ആൻഡ് CAG ഈ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് എന്നാണോ ഫിനാൻഷ്യൽ ഇയർ എൻഡ്, ആ ഫിനാൻഷ്യൽ ഇയർ എൻഡിന്റെ അവിടെ നിന്നും 180 ഡേയ്സിനുള്ളിലായിരിക്കും. ഓൾറൈറ്റ്. ഓക്കെ, 180 ഡേയ്സിനുള്ളിലായിരിക്കും ഈ സബ്സീക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ്മെന്റ് നടത്തുക. So this is how we appoint the subsequent auditors. Alright. So next, in case എങ്ങാനും ഒരു ഓഡിറ്റർ നമ്മുടെ കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഓഡിറ്റിന്റെ ടേം പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ റിസൈൻ ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്, ആൻഡ് അവിടെ ഒരു കാഷ്വൽ വേക്കൻസി ഉണ്ടാവുകയാണ്. അപ്പോൾ ആ കാഷ്വൽ വേക്കൻസി എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുക. ആൻഡ് ഇവിടെയും കാഷ്വൽ വേക്കൻസിയുടെ കേസിൽ നമ്മൾ 2 തരത്തിലാണ് കമ്പനീനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. ആൻഡ് CAG അല്ല അപ്പോയിന്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇൻ കേസ് ഒരു കമ്പനിയിൽ CAG അല്ല കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പൊ CAG അല്ല കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് പഠിക്കാൻ പോവുക. സോ CAG അല്ല അപ്പോയിന്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും വിത്തിൻ 30 ഡേയ്സ് ഓഫ് കാഷ്വൽ വേക്കൻസിക്കുള്ളിൽ പുതിയ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ. ആൻഡ് ഇൻ കേസ് എങ്ങാനും ഈ കാഷ്വൽ വേക്കൻസി ഉണ്ടായിരിക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റെസിഗ്നേഷൻ ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്റർ എന്തെങ്കിലും കാരണം കൊണ്ട് റിസൈൻ ചെയ്ത കാരണം കൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന്റെ അപ്രൂവൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ആരാണോ പുതിയ ഓഡിറ്ററായിട്ട് അപ്പോയിന്റഡ് ആവുന്നത് അയാളെ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്, if the casual vacancy is a result of resignation of an auditor, such appointment shall be provided by the company at the general meeting convened within 3 months of the recommendation of the board. അതായത് ബോർഡ് ആരെയാണോ പുതിയതായിട്ട് ഓഡിറ്റർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അവിടെ നിന്നും 3 മന്ത്സിനുള്ളിൽ ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. ഓൾറൈറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയാണ്, ഇൻ കേസ് എങ്ങാനും ഓൾറെഡി സബ്സിക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിരുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്, ആൻഡ് ആ പെർട്ടിക്കുലർ ഓഡിറ്റർ റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വെക്കേറ്റ് ചെയ്ത് കാഷ്വൽ വേക്കൻസി ഉണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ അവിടെ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത് CAG തന്നെയായിരിക്കും. ഓക്കെ, വിത്തിൻ 30 ഡേയ്സ് ഓഫ് റെസിഗ്നേഷനുള്ളിൽ അല്ലെങ്കിൽ ആ കാഷ്വൽ വേക്കൻസി ഉണ്ടാവുന്ന അവിടെ നിന്നും 30 ഡേയ്സിനുള്ളിൽ CAG തന്നെയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അഗെയിൻ ഇൻ കേസ് CAG അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ അവിടെ നിന്നും 30 ഡേയ്സിനുള്ളിൽ ആ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്നുണ്ടാവുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓൾറൈറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ കാഷ്വൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ്, കാഷ്വൽ വേക്കൻസി ബൈ റെസിഗ്നേഷൻ. ഇൻ കേസ് എങ്ങനെ ഈ കാഷ്വൽ വേക്കൻസി ഉണ്ടായിരിക്കുന്നത് ഈ ഓഡിറ്ററിന്റെ റെസിഗ്നേഷൻ കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്നാണോ ഈ ഓഡിറ്റർ റിസൈൻ ആയത് ആ ഓഡിറ്റർ റിസൈൻ ആയ ആ ഡേറ്റിന്റെ അവിടെ നിന്നും നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ ഈ ഓഡിറ്റർ ഫോം ADT 3 എന്ന് പറയുന്ന ഫോം കമ്പനിക്കും രജിസ്ട്രാർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോം ADT 3 എന്ന് പറയുന്നത് ഇതിന്റെ അകത്തായിരിക്കും എന്തൊക്കെ റീസൺ കാരണം കൊണ്ടാണ്, അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ട്സ് ആണ് അയാൾക്ക് റെസിഗ്നേഷനെ കുറിച്ച് പറയാനുള്ളതെന്നാൽ ആ ഫാക്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ കേസ് എങ്ങാനും ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ഒരു ഗവൺമെന്റ് കമ്പനിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഈ സെയിം ഡോക്യുമെന്റ് കമ്പനിക്കും രജിസ്ട്രാർക്കും അതുപോലെ തന്നെ CAGക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇൻ കേസ് എങ്ങാനും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ there will be a penalty. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ കേസ് എങ്ങാനും ഓഡിറ്റർ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോവർ ഓഫ് 50,000 അല്ലെങ്കിൽ ദ ഹോൾ എമൗണ്ട് ഓഫ് ഹിസ് ഓഡിറ്റ് ഫീ. ഒന്നെങ്കിൽ 50,000 ആയിരിക്കും, അല്ലെങ്കിൽ എത്രയാണോ ടോട്ടൽ ഓഡിറ്റ് ഫീ അതിന്റെ ഹോൾ എമൗണ്ട് ആയിരിക്കും. അതിന്റെ ഏതാണ് ലോവർ എമൗണ്ട് ആ ലോവർ എമൗണ്ട് പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻ അഡീഷൻ ടു ദിസ് എന്താണോ പെനാൽറ്റി പേ ചെയ്യേണ്ടത് ആ ഡേറ്റിലും പെനാൽറ്റി പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും അഡീഷണൽ 500 rupees വെച്ചിട്ട് ഫൈൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അപ് ടു 5 lakh rupees വരെ. ക്ലിയർ ആയോ? ഓൾറൈറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് ആൻ ഓഡിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡീഷണലി എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ആൻ ഓഡിറ്ററിന് സമയത്ത് അഡീഷണലി 2 പ്രൊവിഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു റിട്ടയർ ചെയ്ത ഓഡിറ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ റീഅപ്പോയിന്റഡ് ആവാം. ബട്ട് റീഅപ്പോയിന്റഡ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യണം.
The very first one, he should not be disqualified for reappointment. അതായത് ഒരു കാരണവശാലും ഇയാൾ എന്താകാൻ പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ആവാൻ പാടില്ല. മേ ബി 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് കണ്ടിന്യൂസ്ലി ഇയാൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള ഇൻഡിപെൻഡൻസിന് ഇഷ്യൂ കാരണം ഉണ്ടാവാം. അപ്പോൾ ഒരു രീതിയിലും ഇയാൾ എന്താവാൻ പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ആവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ്, ഇയാൾ തന്നെ കമ്പനിക്ക് ഒരു റിട്ടേൺ നോട്ടീസ് കൊടുക്കുകയാണ്, ഇയാൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇയാൾ വില്ലിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു ഷോ ഹിസ് അൺവില്ലിംഗ്നെസ് ടു കണ്ടിന്യൂ വിത്ത് കമ്പനി. അങ്ങനെയാണെന്നുണ്ടെങ്കിലും റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഫൈനലി നമ്മൾ പറയാണ്, ഒരു പുതിയ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇയാളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്. ഇൻ അഡീഷൻ ടു ദിസ് സെക്കൻഡ് പ്രൊവിഷൻ നമ്മൾ പറയാണ് ഇൻ റിലേഷൻ ടു ദ അപ്പോയിന്റ്മെന്റ്. ഇൻ കേസ് എങ്ങാനും ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിന് വെച്ചിട്ട് ഒരു പുതിയ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഓഡിറ്ററിനെ റീഅപ്പോയിന്റ് ചെയ്യുവോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണോ എക്സിസ്റ്റിംഗ് ഓഡിറ്റർ, ആ എക്സിസ്റ്റിംഗ് ഓഡിറ്റർക്ക് വീണ്ടും ഓഡിറ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓൾറൈറ്റ്. സോ ഇത്രയും പ്രൊവിഷൻസ് ആണ് അഡീഷണലി അപ്പോയിന്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓൾറൈറ്റ്. So next നമ്മൾ പഠിക്കാൻ പോകുന്നത് it's about the rotation of an auditor. And according to the Companies Act section 139 of 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റൊട്ടേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഉണ്ടാവുക, എത്ര കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആണ് ഒരു പെർട്ടിക്കുലർ പേഴ്സണ് ഒരു കമ്പനിക്കകത്ത് ഓഡിറ്ററായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഈ പെർട്ടിക്കുലർ സെഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ഫോർ എ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കമ്പനി. ആൻഡ് ആ ക്ലാസ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. ആസ് ദ ചാർട്ട് ഷോസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്ലാസ് ഓഫ് കമ്പനിക്കകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് എല്ലാ ലിസ്റ്റഡ് എൻറ്റിറ്റീസും പ്ലസ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനീസ്. ആൻഡ് ഇൻ കേസ് ഇഫ് ദേ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് മോർ ദാൻ 10 crore പ്ലസ് ഇൻ കേസ് എങ്ങാനും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മോർ ദാൻ 50 crore ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. പ്ലസ് ഈ ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡ്സ് ഒന്നും മീറ്റ് ചെയ്യാത്ത കമ്പനീസ്, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നടത്തിയേക്കുന്ന ബോറോയിങ്സ് either from a financial institution അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ഏരിയ നടത്തിയേക്കുന്ന ബോറോയിങ്സ് ഇവർ ഈസ് മോർ ദാൻ 50 crore അവർക്കും ഈ റൂൾ ആപ്ലിക്കബിൾ ആയിരിക്കും. സോ ഒരിക്കലും പറയാം, എല്ലാ ലിസ്റ്റഡ് എൻറ്റിറ്റീസിനും ഓൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിത്ത് 10 crore ഓഫ് ഷെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ഓൾ private limited companies with more than 50 crore paid up share capital and all other companies with a borrowing of more than 50 crore. However, ഇതിനകത്ത് 1% കമ്പനീസോ അതുപോലെ തന്നെ സ്മോൾ കമ്പനീസോ ഇൻവോൾവ് അല്ല. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ. ഇൻ കേസ് എങ്ങാനും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേം ഒരു ഓഡിറ്റിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര പീരീഡ് ആണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ആസ് പെർ സെഷൻ 139 of 2 പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്ററിന് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ നോക്കാം. ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർക്ക് ഒരു ഓഡിറ്റിൻ്റെ അകത്ത് ഇൻവോൾവ് ആവാൻ പറ്റുന്ന മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 term ഓഫ് 5 consecutive years. അതായത് കണ്ടിന്യൂസ്ലി 5 ഇയേഴ്സിലേക്കായിരിക്കും ഒരു എൻഗേജ്മെന്റ് അകത്ത് ഇൻവോൾവ് ആവാൻ പറ്റുക. അതിനുശേഷം അയാൾ ഈ എൻഗേജ്മെന്റ് അകത്ത് മാൻഡേറ്ററി ആയിട്ടും ഇൻവോൾവ് ആവാൻ പാടില്ല. ദെൻ ഇൻ കേസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഓഡിറ്റ് ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റ് ഫേമിന് മാക്സിമം അലൗഡ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 term ഓഫ് 5 consecutive years. അതായത് ഇൻ ടോട്ടൽ 10 years അവർക്ക് ഇൻവോൾവ് ആവാം. Again, but it is 2 term of 5 consecutive years. 2 term of 5 consecutive years എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിന് അന്നാണ് അപ്പോയിന്റഡ് ആയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് 5th ഇയറിൽ അവർ റീഅപ്പോയിന്റഡ് ആവണം അഗെയിൻ. ദെൻ അഗെയിൻ 5 ഇയേഴ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാണ്ട് കണ്ടിന്യൂസ്ലി 10 ഇയേഴ്സിലേക്ക് ഇൻവോൾവ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് 2 term of 5 consecutive years. Alright. So next നമ്മളിവിടെ അഡീഷണലി പറയുകയാണ്, കൺസിഡർ ലൈക്ക് ദിസ്. ഇൻ കേസ് എങ്ങാനും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ തന്നെ മൾട്ടിപ്പിൾ ഓഡിറ്റ് ഫേംസിന്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. അതായത് ഇപ്പൊ ഞാനാണ് ഓഡിറ്റർ എന്നുണ്ടെങ്കിൽ ഓഡിറ്ററായ ഞാൻ ഓഡിറ്റ് ഫേമായ എയുടെയും ഓഡിറ്റ് ഫേമായ ബിയുടെയും പാർട്ണറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസ്യൂം ലൈക്ക് ദിസ്, ഓഡിറ്റ് ഫേമായ എ ആയിരുന്നു ക്ലയന്റിന് കഴിഞ്ഞ 10 വർഷമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ 10 consecutive years കഴിഞ്ഞുകൊണ്ട് തന്നെ ഓഡിറ്റ് ഫേമായ എ ഇനി ഇൻഎലിജിബിൾ ആണ്. അപ്പോൾ അവർ ഇനി ഓഡിറ്റിനകത്ത് ഇൻവോൾവ് ആവാൻ പാടില്ല. സോ പുതിയതായിട്ട് ഇവിടെ ഓഡിറ്റ് ഫേമായ ബിക്കും ഓഡിറ്ററായിട്ട് അപ്പോയിന്റഡ് ആവാൻ പാടില്ല. കാരണം ഓഡിറ്റ് ഫേമായ ബിയിൽ ഓഡിറ്റ് പാർട്ണറാണ് ഞാൻ,
I was also audit partner for the past 10 years in the recently resigned firm, audit firm A. Clear ആയോ? അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. No audit firm having a common partner or a partner to other audit firm whose tenure has expired in the company immediately preceding the financial year shall be appointed as an auditor of the same company for a period of 5 years. So എനിക്ക് ഇനി അടുത്ത 5 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു പെർട്ടിക്കുലർ ക്ലയൻറ്റുമായിട്ട് യാതൊരു രീതിയിൽ ഇൻവോൾവ് ആവാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ റൂള് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്ന് അസ്യൂം ചെയ്യുക. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് റൂളാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, കമ്പനീസ് ആക്ട് എന്നാണോ കമ്മൻസ് ആയേക്കുന്നത് ആ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ഡേറ്റിൻ്റെ അവിടെ നിന്നും 3 ഇയേഴ്സിന് ശേഷം വരുന്ന ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഏതാണോ ആ ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ട് നമുക്ക് ഈ റൂൾ ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ക്രൈറ്റീരിയ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടി വരിക. ഓൾറൈറ്റ്, ഒരിക്കൽ കൂടി പറയാം, എന്നാണോ കമ്പനീസ് ആക്ട് 2013 ആപ്ലിക്കബിൾ ആയത് അവിടെ നിന്നും 3 ഇയേഴ്സിന് ശേഷം വരുന്ന ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ടിട്ട് ആ ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് ഈ റൂള് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. ഓക്കെ, ആ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ദെൻ നെക്സ്റ്റ് ഇവിടെ നമ്മൾ പറയുകയാണ്, ഇൻ കേസ് എങ്ങാനും ഒരു പെർട്ടിക്കുലർ ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്തോ ഒരു കാരണവശാലും അവരുടെ റെസിഗ്നേഷൻ പ്രെജുഡൈസ്ഡ് ആവാൻ പാടില്ല. അതായത് അൺഫെയർ മീൻസിലാവരുത് അവരുടെ റെസിഗ്നേഷൻ നടന്നു പോകുന്നുണ്ടാവുന്നു അല്ലെ അവർ റിമൂവ് ചെയ്യുന്നുണ്ടാവുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുകയാണ്, ഈ പ്രൊവിഷൻ പ്രകാരം മെമ്പേഴ്സിനും ഈ ഓഡിറ്റിൻ്റെ അകത്ത് പല രീതിയിൽ ഇൻവോൾവ് ആവാം. ഇൻ ദ സെൻസ്, അതായത് എങ്ങനെയാണോ ഈ ഓഡിറ്റ് പാർട്ട്നേഴ്സിന്റെ റൊട്ടേഷൻ, ആ റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന് തീരുമാനിക്കാം, കമ്പനി മെമ്പേഴ്സിന് തീരുമാനിക്കാം, ബിക്കോസ് ദേ ആർ ദ പേഴ്സൺ ഹു അപ്പോയിന്റഡ് ദ ഓഡിറ്റേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ പറയാണ്, ഇൻ കേസ് എങ്ങാനും ഇപ്പോൾ കമ്പനിക്ക് തോന്നുകയാണ്, മെമ്പേഴ്സിന് തോന്നുകയാണ് ഒന്നോ ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് ഈ ഓഡിറ്റിനകത്ത് ഇൻവോൾവ് ആവണമെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്ററിന് പുറമെ അഡീഷണലി ഓഡിറ്റേഴ്സിന് നമുക്ക് അപ്പോയിന്റ് ചെയ്യാം ആൻഡ് ഇറ്റ് വിൽ ബിക്കം എ ജോയിന്റ് ഓഡിറ്റ്. ഓൾറൈറ്റ്, ആൻഡ് ഫർദർ നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, സെൻട്രൽ ഗവൺമെന്റ് അവരുടെ റൂൾസ് ചില സിറ്റുവേഷൻസിൽ കമ്പനീസ് ആപ്ലിക്കബിൾ ആക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടി ഓഡിറ്ററായി നമ്മൾ റൊട്ടേഷൻ സമയത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറൈറ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമർലി ആസ് പെർ സെഷൻ 139 of 2 നമ്മൾ കമ്പനിയുടെ റൊട്ടേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ആസ് എൻ ഓഡിറ്റർ നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മാനർ ഓഫ് റൊട്ടേഷൻ, അവരുടെ റൊട്ടേഷൻ എങ്ങനെയാണ് ഇവരുടെ ടേം ഓഫ് എക്സ്പയറിക്ക് ശേഷം നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. സോ ഇൻ കേസ് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ബോർഡിന്, ആരാണ് ഈ പെർട്ടിക്കുലർ ഓഡിറ്ററായിട്ട് റിസൈൻ ചെയ്തതിനു ശേഷം അപ്പോയിന്റഡ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സോ ഹൂ ഈസ് ദ ഇൻകംബന്റ് ഓഡിറ്റർ, അതായത് ആരാണ് പുതിയതായിട്ട് വരാൻ പോകുന്ന ഓഡിറ്റർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ്, അതുപോലെ തന്നെ ഇൻ കേസ് ഒരു ഓഡിറ്റ് കമ്മിറ്റി അവിടെ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് തന്നെയായിരിക്കും എങ്ങനെയാണ് റൊട്ടേഷൻ പ്രൊസീജിയർ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ബോർഡ് ഈ കാര്യം കൺസിഡർ ചെയ്തതിനു ശേഷം ബോർഡായിരിക്കും മെമ്പേഴ്സിന് ജനറൽ മീറ്റിംഗിന്റെ സമയത്ത് പുതിയ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ആസ് പെർ ദ പോയിന്റ് നമ്പർ 3 നമ്മൾ 2 കാര്യങ്ങളാണ് പുതിയ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഓഡിറ്ററിന്റെ റൊട്ടേഷനുള്ള പീരീഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ കേസ് എങ്ങാനും ഈ പെർട്ടിക്കുലർ കമ്പനീസ് ആക്ട് 2030 മുമ്പ് തന്നെ ഇവർ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടല്ലോ, അതായത് ഈ പുതിയ ലോ ആപ്ലിക്കബിൾ ആവുന്ന ആ ഒരു 3 ഇയർ പീരീഡ്, ആ ഒരു 3 ഇയർ പീരീഡും കൂടെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇവരുടെ റെസിഗ്നേഷനുള്ള പീരീഡ് ആയോ എന്നുള്ള കാര്യം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ്, പുതിയ ഇൻകമിംഗ് ഓഡിറ്റർ ആയിട്ടുള്ള ആള്, ആ ഇൻകമിംഗ് ഓഡിറ്റർ അല്ലെങ്കിൽ ആ ഓഡിറ്റ് ഫേം ഓൾറെഡി റിസൈൻ ചെയ്യുന്ന ഓഡിറ്ററുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷനുള്ള ഓഡിറ്ററോ ഓഡിറ്റ് ഫേമോ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഇൻഎലിജിബിൾ ആയിരിക്കും പുതിയ ഓഡിറ്ററായിട്ട് അപ്പോയിന്റഡ് ആവാനായിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ചാർട്ട് പ്രകാരം എത്ര പീരീഡ് ആണ് ഒരു ഓഡിറ്റർക്ക് മാക്സിമം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മൾ. സോ ഫസ്റ്റ് കോളത്തിന്റെ അത് പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ, number of consecutive years for which the individual auditor has been functioning as an auditor in the same company held after the commencement of the provision of section 139 of 2. അതായത് നമ്മൾ ഈ പെർട്ടിക്കുലർ ലോ കമ്മൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ എത്ര പീരീഡ് ഓഫ് ഇയേഴ്സ് ഈ പെർട്ടിക്കുലർ എൻഗേജ്മെന്റ് അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് 2013
കമ്പനീസ് ആക്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എത്ര പീരീഡിൽ ഇവർ ഈ എൻഗേജ്മെന്റ് ഇൻവോൾവ് ആയിരുന്നു? ഓൾറെഡി അവർ 5 years ഇൻവോൾവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇനി എത്ര പീരീഡ് കൂടെ അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി പഠിച്ച റൂളാണ്. എത്ര ഇയേഴ്സ് ആണോ ഓൾറെഡി കണ്ടിന്യൂ ചെയ്തത് അങ്ങനെയല്ല നമ്മൾ കൺസിഡർ ചെയ്യുക. പകരം എന്നാണോ ഈ ലോ ഇറങ്ങിയത് അവിടെ നിന്നും 3 years ശേഷം വരുന്ന AGMന് ഇവർ കൺസിഡർ ചെയ്യണം റിസിഗ്നേഷൻ ഡേറ്റ് ആയോ ഇല്ല എന്നുള്ള കാര്യം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ 5 years ഓൾറെഡി അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണലി അവർക്ക് എത്ര ഇയറും കൂടെ വർക്ക് ചെയ്യാം? 3 years കൂടി വർക്ക് ചെയ്യാം. അപ്പോൾ ഇൻ ടോട്ടൽ അവർ 8 years ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി 4 years ആണ് അവർ വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ എഗെയിൻ അവരെന്ത് ചെയ്യും? ആ ഡേറ്റ് ഓഫ് കമൻസ്മെന്റിന്റെ അവിടുന്ന് 3 years കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ 3 years കൂടി കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി എന്തായി? മൊത്തത്തിൽ 5 years എക്സ്പയർ ആയി. 5 consecutive years കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 7 years അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ പീരീഡിൽ റിസൈൻ ചെയ്യേണ്ടി വരും. പ്രോപ്പർലി നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു ദ 2 years. അതായത് ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദിസ് ന്യൂ കമ്പനീസ് ആക്ട് അവർ 2 വർഷമായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പ്ലസ് 3 years കൂടി അവർക്ക് ഇനിയും വർക്ക് ചെയ്യാം. ശരിയല്ലേ? കാരണം എന്താണ്? 5 consecutive years ആണ് അവർക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറയാം. ദെൻ ഏറ്റവും ലാസ്റ്റത്തേത് ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദി റൂൾ അവർ 1 year വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം പ്ലസ് അവർക്ക് ഈ അലൗഡ് ആയിട്ടുള്ള 3 years കൂടി, അതായത് ഈ ട്രാൻസ്ലേഷൻ പീരീഡ് ആയിട്ടുള്ള ഈ 3 year കൂടി വർക്ക് ചെയ്യാം. അപ്പോൾ ഇൻ ടോട്ടൽ 4 years ആണ് അവർ ഓൾറെഡി വർക്ക് ചെയ്തേക്കുന്നത്. ബട്ട് ആസ് പെർ ദ ന്യൂ പ്രൊവിഷൻ നമുക്ക് മാക്സിമം 5 years വർക്ക് ചെയ്യാം. അപ്പം 4 + 1 ഇനി ബാക്കിയുള്ള 1 year ഉണ്ടല്ലോ, ആ 1 year കൂടെ കൂട്ടി ഇനി അവർ വർക്ക് ചെയ്യുന്ന എത്രയായിരിക്കും? ടോട്ടലി അവർ ഇൻവോൾവ് ആകുന്നത് 5 yearsലേക്കായിരിക്കും. സോ ഇതാണ് ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർക്കുള്ള റൂള്. ദെൻ നെക്സ്റ്റ്, ഇൻ കേസ് എങ്ങാനും ഒരു ഓഡിറ്റ് ഫേം ആണ് ഈ ഓഡിറ്റിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ അവർക്കുള്ള റൂളാണ് പറയുന്നത്. അവർക്ക് നമുക്കറിയാം മാക്സിമം 10 consecutive years ആണ് വർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ 10 consecutive years എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് മാത്രമായിരിക്കും? 10 consecutive years ആയോ എന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദി ന്യൂ റൂൾ. അതും അവിടെ നിന്നും 3 years ശേഷം വരുന്ന ഫസ്റ്റ് AGMനെ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ 10 years അവർ ഓൾറെഡി കമൻസ്മെന്റ് ഓഫ് റൂളിന് മുമ്പ് തന്നെ വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കമൻസ്മെന്റ് ഓഫ് റൂളിലേക്ക് എത്ര ഇയേഴ്സും കൂടി ഉണ്ട്? ഇനിയും 3 years കൂടി ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവർ ഇൻവോൾവ് ആയിട്ടുള്ളത് 13 yearsലേക്കായിരിക്കും. ഓക്കെ, സോ ഇപ്പം നമ്മൾ കുറച്ചും പറഞ്ഞ സെയിം ഇല്ലുസ്ട്രേഷൻ തന്നെയാണിത്. കുറെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൾറെഡി ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദി ഇയർ അവർ 3 year ആണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇനി അവർക്ക് എത്ര ഇയർ വർക്ക് ചെയ്യാൻ പറ്റുക? പ്ലസ് 3 more years ഈ ട്രാൻസ്ലേഷൻ പീരീഡിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 years വർക്ക് ചെയ്തു. ഇനി എഗെയിൻ അവർക്ക് എത്ര ഇയേഴ്സ് ആണ് ടോട്ടൽ കോൺസിക്യൂട്ടീവ് ഇയേഴ്സിന് ബാക്കിയുള്ളത്? ദാറ്റ് ഈസ് 10 - this 6. അപ്പോൾ എത്രയുണ്ട്? 4 more years വർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇനി കോൺസിക്യൂട്ടീവ് ഇയേഴ്സും ട്രാൻസ്ലേഷനും ഈ പീരീഡും കൂടെ കൂട്ടിയിട്ട് അവർക്ക് 7 years ആണ് വർക്ക് ചെയ്യാൻ പറ്റുക. സോ ഇൻ ടോട്ടൽ അവർ വർക്ക് ചെയ്യുന്നത് മൈറ്റ് ബി ഫോർ 10 years. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഓഡിറ്ററിന് എത്ര പീരീഡ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദി ലോ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഓൾറൈറ്റ്, ആൻഡ് നമ്മൾ ഫൈനലി പറയാണ്, ഇൻ കേസ് എങ്ങാനും ഈ കമ്പനിക്കകത്ത് ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത് ജോയിന്റ് ഓഡിറ്റേഴ്സ് ആണ്. ജോയിന്റ് ഓഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സും ഇനിയും അവരുടെ ടേം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എലിജിബിൾ ആണോ എന്ന് നോക്കുന്നതും ഈ സെയിം ക്രൈറ്റീരിയയുടെ ബേസിസ് തന്നെയായിരിക്കും. ക്ലിയർ ആയോ? ഫൈൻ. So this is all about the appointment of an auditor and the rotation of an auditor. So I hope it's clear for you. So എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ you can ping me, either you can mail me, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ യു ക്യാൻ ഗീവ് ദ സജഷൻസ്. പുതിയതായിട്ട് എന്ത് ടോപ്പിക്സ് ആണ് എടുക്കേണ്ടതെന്നുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത സജഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ കമ്പനി ഓഡിറ്റിന്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. സോ ഇതിനുശേഷം കമ്പനി ഓഡിറ്റിൻ്റെ അകത്ത് തന്നെ സെയിം ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി കോൺസിക്യൂട്ടീവ്ലി ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറൈറ്റ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ന്യൂ സെഷൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.